കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട്. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമുക്ക് അതുപോലെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ഒരു കൊച്ചു യുവ കോമളൻ വന്നിട്ടുണ്ട്. സൂര്യനാരായണൻ എന്നാണ് പേര്. അപ്പം സൂര്യനാരായണൻ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ സൂര്യനാരായണൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് സൂര്യനാരായണൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സൂര്യനാരായണൻ എന്തോ നല്ല അടിപൊളി പേര് കേട്ടോ. സൂര്യനാരായണൻ ആരായി പേരിട്ടെ? അച്ചാച്ചനാണോ പേരിട്ടെ? ഓക്കെ ഓക്കെ. ഈ പേരിൻ്റെ പിന്നിൽ വല്ല കഥയെല്ലാം ഉണ്ടോ? എന്റെ പിന്നിലൊരു കഥയില്ല. ഒരു കഥ ചുമ്മാ അങ്ങ് പേരിട്ടിയത്. സൂര്യനാരായണൻ എന്നൊക്കെ പറയുമ്പോൾ ആ പേരിനകത്ത് തന്നെ ഒരു നല്ലൊരു പവർ ഉണ്ടല്ലോ. സൂര്യനും നാരായണൻ എന്ന് പറഞ്ഞ ആരാണ്? വിഷ്ണുദേവൻ. സൂര്യൻ എന്ന് പറഞ്ഞ ആരാണ്? സൂര്യദേവൻ നമുക്ക് ഈ ലോകം മൊത്തം പ്രകാശം തരുന്ന വ്യക്തിയല്ലേ? ഊർജ്ജം പ്രകാശമൊക്കെ തരുന്നൊരു വ്യക്തിയല്ലേ? അപ്പൊ ഇത് രണ്ടു നല്ല പവറായിട്ടുള്ള വാക്കുകളല്ലേ? അപ്പം അതുപോലത്തെ ഒരു പവറായിട്ടുള്ളൊരു മനുഷ്യനായിരിക്കും സൂര്യനാരായണൻ എന്നാണ് ഞങ്ങളെല്ലാം വിചാരിക്കുന്നത്. ആണോ? ആളെ കാണുമ്പം എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇനി ബാക്കി കഥകളിലോട്ട് പോകുമ്പോൾ നമുക്കിനി അറിയാം ആരാണ് ഈ സൂര്യനാരായണൻ എന്നുള്ളത്. സൂര്യനാരായണൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ GHS സഞ്ചാരമൂട് സ്കൂളിലാണ്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7D. എന്താണ് ഈ 7D എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 7ന്റെ ഞങ്ങളെ ഡിവിഷനാണ് D. അതിനൊരു പവർ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ഓ, ഡിവിഷനാണ് D അല്ലേ? ഓ, ഡിവിഷന്റെ D ആണോ അതോ? ഡിവിഷൻ D ആണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഓക്കെ. അപ്പം 7Dയിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡും ഡിവിഷനും വളരെ വ്യക്തമാക്കി നമുക്ക് തന്നു. പഞ്ചായത്ത് സ്കൂളിൽ ചെന്നിട്ട് 7Dയിൽ പഠിക്കുന്ന സൂര്യനാരായണനെ തിരക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനാരായണനെ കാണാൻ പറ്റും. ഓക്കെ. ഇനി സൂര്യനാരായണന്റെ വിശേഷങ്ങളൊക്കെ പറയൂ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? സുഖമാണ്. പിന്നെ വിശേഷങ്ങളൊക്കെ പറ. പിന്നെ സ്കൂളില് ഞങ്ങള് കുറെ പരിപാടികളൊക്കെ ഉണ്ട്. എന്ത് പരിപാടികളാണുള്ളത്? സ്കൂളിൽ PTക്ക് ഇറങ്ങുമ്പോ അവിടുത്തെ സാറിന് ഇച്ചിരി ഷോ കൂടുതലാണ്. അതെന്താണ്? സാറിന്റെ പേര് വേണമല്ലോ ഇവിടെ പറയാം. അല്ല, പേര് പറഞ്ഞാലും കുഴപ്പമില്ല. പേര് പറയണ്ട, മെൻഷൻ ചെയ്യണ്ട. പറഞ്ഞോ, എന്താണ് പ്രശ്നം? ആ സാറ് ഞങ്ങള് കളിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ പന്ത് തരും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം? പന്ത് തരും, പക്ഷെ എന്നാലും പന്തിന്റെ കാറ്റ് കുറഞ്ഞാ തരുന്ന. പന്ത് തരും, പക്ഷെ പന്തിനകത്ത് കാറ്റ് കാണത്തില്ല അല്ലേ? അപ്പൊ പന്തെന്ന് പറയാൻ പറ്റില്ലല്ലോ അതിനെ. ശരിയാ. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി സാറിനടുത്ത് പറയാം. സാർ ഇത് എങ്ങനെ ഇത് തറയിട്ടിട്ട് ഉരുളുന്നില്ലെന്ന് പറയുക കേട്ടോ. അപ്പം സാറിത് നല്ല ഉരുളാൻ പാകത്തിന് നല്ല കാറ്റൊക്കെ നിറച്ച് തരും. ഓക്കെ. അത് മാത്രമല്ല പ്രശ്നം? മാത്രമല്ല വേറെ പ്രശ്നങ്ങളുണ്ട്. ഞങ്ങളുടെ ടീച്ചറിനെ ഒന്ന് മാറ്റണമെന്നൊരു ആഗ്രഹം. അയ്യോ, അതെന്തിനാ ടീച്ചറിനെ മാറ്റുന്നേ? ടീച്ചർ ഭയങ്കര ദേഷ്യക്കാരിയാ. എന്തിനു വേണ്ടിയാ ദേഷിക്കുന്ന ടീച്ചർ? ചുമ്മാ ഒരു കാര്യത്തിന് വരെ ദേഷ്യം പിടിക്കും. ആണോ? പഠിക്കാത്തോണ്ടാണോ അതോ കുരുത്തക്കേട് കാണിക്കുന്നതാണോ ടീച്ചർ ദേഷിക്കുന്നത്? പഠിക്കുന്നതിനും ദേഷ്യം കാണിക്കും, കുരുത്തക്കേട് കാണിക്കുന്നതിനും. അങ്ങനെ ഏറ്റവും കൂടുതൽ ദേഷ്യം കാണിക്കുന്നത് എന്തിനാ? എന്ത് ചെയ്യുമ്പോഴാ? ഞങ്ങളെല്ലാവരും ഇപ്പൊ ടീച്ചർ ഇപ്പൊ വെളിയിലോട്ട് പോയി, എന്നിട്ട് ടീച്ചർ പഠിക്കാൻ പറയും. ഞങ്ങളെല്ലാവരും പഠിക്കും. പഠിക്കാത്തവരെ ചുമ്മാ വഴക്ക് പറയും. പഠിക്കാത്തവരെ ചുമ്മാ തരുന്ന വഴക്ക് പറയുന്നത്. അപ്പൊ കുഴപ്പമില്ലല്ലോ. പഠിക്കുന്നവരെ വഴക്ക് പറയുന്നില്ലല്ലോ ടീച്ചർ. പക്ഷെ ഞങ്ങളെ വഴക്ക് പറയും. ഞങ്ങളെല്ലാരും എണീപ്പിച്ചിർത്തി കയ്യിലേക്ക് അടിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ടീച്ചറെ അടുത്ത് പറയാം. ടീച്ചറെ പഠിക്കുന്ന പിള്ളേരെ, കുരുത്തക്കേട് കാണിക്കാത്ത പിള്ളേരെ ഒന്നും അടിക്കരുത് എന്ന് പറയാം കേട്ടോ. ഓക്കെ. അപ്പൊ അതിനൊരു പരിഹാരമാവും. അപ്പൊ ടീച്ചർ എന്തായാലും കേൾക്കും നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ടീച്ചർ പറയും എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയും വിഷമത്തിലാണല്ലോ ഇരുന്നത്, ഇനി ഞാനിതൊന്നും ചെയ്യില്ല. നല്ല മിടുക്കൻ പിള്ളേരായിട്ട്, നല്ല മിടുക്കനായിട്ട്, അടിപൊളിയായിട്ട്, നല്ല സ്മാർട്ടായിട്ട് നമ്മൾ ടീച്ചറിനൊന്നും ഒരു തെറ്റ് വരുത്താത്ത രീതിയിൽ നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ ക്ലാസ്സിലങ്ങ് നമ്മളങ്ങ് മാറുക എല്ലാവരും, ഇല്ലയോ? അപ്പൊ ടീച്ചർ ഉപദ്രവിക്കത്തില്ല. ഓക്കെ. പിന്നെ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? എങ്ങനെയുണ്ട്? ഇപ്പൊ 7th പഠിക്കുന്നേ? അതോ ഇനി ഇപ്പൊ 7th പരീക്ഷ എഴുതിട്ടിരിക്കുക, എഴുതാൻ പോവാണ്? ഇനി അടുത്ത 8th പോവാണ്. 8th പോവാണ്. അതിനുള്ള തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. പരീക്ഷയൊക്കെ അല്ലേ, എക്സാം ഒക്കെ അല്ലേ? കഴിഞ്ഞോ? എക്സാമിന് 2-3-4 എണ്ണമെങ്കിലും ഉണ്ട്. 2-3 4 ഉണ്ടോ? 2-4 ഉണ്ടോ? മൊത്തം എത്ര വിഷയമുണ്ട് പഠിക്കാൻ? മൊത്തത്തിൽ 7-8 കാണും. 8 വിഷയം ഉണ്ടല്ലേ? അപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം ഏതാ പഠിക്കാൻ? എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വിഷയം ആർട്ട് എഡ്യൂക്കേഷൻ ആണോ? ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഇഷ്ടമല്ല, അതോ മനസ്സിലാവുന്നില്ല? ആർട്ട് എന്ന് വെച്ചാൽ ഈ പേപ്പർ ക്രാഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പൊ ക്ലാസ്സിൽ മിടുക്കനാണോ? ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്? എന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിഷേക്. നിങ്ങൾ രണ്ടുപേരും ഒരേ മൈൻഡ് ആണോ? ഞങ്ങൾ രണ്ടുപേരും ഭാഗത്തായ. പക്ഷെ
എൻ്റെ ക്ലാസ്സിലുള്ളവന്മാരെല്ലാം ഇങ്ങനെ എന്നെ അവനെയും കൂടെ ചുമ്മാ ഇരിക്കുമ്പോൾ ഞോണ്ടിയും അടിക്കുകയൊക്കെ ചെയ്യും. ആഹാ, അതാരാണ് അങ്ങനെയൊക്കെ ചെയ്തേ? അന്ന് എൻ്റെ കൂട്ടുകാരന്മാർ കുറേ പേരുണ്ട്. ചുമ്മാതിരിക്കുമ്പോ ഉപദ്രവിക്കാൻ വരുമോ? ആഹാ, സാർമാരത് പറയാറില്ല? അത് പറയും, പക്ഷെ എന്നാലും ടീച്ചർമാർ വഴക്ക് പറയത്തേ ഉള്ളു. എന്നാലും അവന്മാർ പിന്നെയും കാണിച്ചോണ്ടിരിക്കും അങ്ങനെ. ചുമ്മാ നമ്മള് ഇരിക്കുന്ന സമയത്ത് ചുമ്മാ നമ്മള് ചുമ്മാ ഉപദ്രവിക്കാൻ വരും അല്ല, ഇങ്ങോട്ട് ശല്യം ചെയ്യാൻ വരും. ആഹാ, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളെല്ലാരും കൂട്ടുകാരാ. ഇപ്പൊ കൂട്ടുകാരായി. അപ്പൊ അത് കൂട്ടുകാരാവാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നമാണെങ്കിലോ, ചിലപ്പോൾ ഒരു പക്ഷെ അവർ മുൻകൂട്ടി അങ്ങനെ പ്ലാൻ ചെയ്തതാണെങ്കിലോ നമുക്ക് അവനെ ഉപദ്രവിച്ചുകൊണ്ട് നമുക്ക് കൂട്ടുകാരനാവാന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അവന്മാരുടെ അടുത്ത് പറഞ്ഞേനെ ഈ ബന്ധം ഞാൻ ഒഴിയുന്നു. ഓ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞേനെ ഈ ഇടിച്ചും അടിച്ചുമുള്ള ബന്ധം വേണ്ട. നമ്മൾക്ക് ചിരിച്ചു നല്ല സ്നേഹിച്ചുള്ള ബന്ധം മതി എന്ന് പറഞ്ഞേനെ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഗുഡ് ബൈ പറഞ്ഞു പോയനല്ലേ? ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ. ഇപ്പൊ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണോ നിങ്ങളെല്ലാരും? പിന്നെന്താ അങ്ങനെ ആ ബന്ധം അങ്ങനെ അങ്ങോട്ട് പോട്ടെ. ഓക്കെ. ഇല്ല, പിന്നെ വേറെ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ? എന്താണ് വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടില് അമ്മ, അച്ഛൻ, അനിയത്തി. അവരൊക്കെ എന്ത് ചെയ്യുന്നു? പപ്പ ഓട്ടോറിക്ഷ ഓട്ടിക്കായിരുന്നു, പിന്നെ ഇപ്പം ജോലിക്ക് പോയി തുടങ്ങി. ഓക്കെ. അമ്മ ഹൗസ് വൈഫാണ്. അനിയത്തി ഉണ്ടല്ലേ? അനിയത്തി വല്ലപ്പോഴും ഒക്കെ പാട്ട് പാടിയും ഡാൻസ് ഒക്കെ കളിക്കുകയും ചെയ്യും. അത് വല്ലപ്പോഴും ഒക്കെ പാടത്തോളൂ? ഇല്ല, എപ്പോഴും ചിലപ്പോ പാടും അല്ലേ? അനിയത്തി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അനിയത്തി അങ്ങനെ പാടില്ല. ഇവിടെ പല കുട്ടികളും നമുക്ക് ഇതൊക്കെ ഇന്റർവ്യൂ വരുമ്പോഴത്തേക്കിന് സ്കൂളിലേയും കാട്ടി അടി വീട്ടിലാണെന്നാ പറയുന്നത്. അവിടെ അങ്ങനെ അടി വല്ലതും ഉണ്ട് നിങ്ങൾ തമ്മിൽ? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ആരാണ് ആദ്യം അടി ഉണ്ടാക്കുന്നത്? അനിയത്തിയാണോ അതോ? വല്ലപ്പോഴും ഞാൻ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ അനിയത്തി ഉണ്ടാക്കും. രണ്ടുപേരും നല്ല ഇടിയൊക്കെ കൂടാറുണ്ടോ? അടിയിടിയൊക്കെ കൂടാറുണ്ട്. അടിയിടിയൊക്കെ കൂടാറുണ്ട്. വലിയ വിഷയങ്ങളിലോട്ടൊന്നും പോത്തില്ല അല്ലേ? അത് അവിടെ അങ്ങ് തീരും. നിങ്ങളുടെ അങ്ങ് തീരും. ഇന്നലെ ഒരു പണി കിട്ടി എനിക്ക്. അതെന്താണ് പണി കിട്ടിയത്? പറയൂ. അനിയത്തി കുപ്പി എടുത്ത് തലമണ്ടയ്ക്ക് അടിച്ചിരുന്നു. ആരുടെ തലമണ്ടയ്ക്ക് അടിച്ചിരുന്നു? കുപ്പി ഏതാ? പ്ലാസ്റ്റിക്കോ അതോ പൊട്ടുന്ന കുപ്പിയോ? സ്റ്റീല്. ഓ ദൈവം, ഇതൊന്നും രണ്ടുമല്ല, സ്റ്റീല്. എന്തായിരിക്കും ആ ഫീലിങ്സ് എനിക്ക് മനസ്സിലായി. ഉച്ചിയിലാണോ അടിച്ചത്? ഉച്ചിയിലല്ല, തലയുടെ നെറ്റിയുടെ കുറച്ച് വെള്ളം. അപ്പൊ എന്തായിരുന്നു ആ ഒരു വികാരം? എന്തായിരുന്നു ആ അടി കൊണ്ടപ്പം? ഞാൻ അവിടെ കിടന്ന് കരഞ്ഞു. അത്രേ ഉള്ളൂ. തിരിച്ചു ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ? തിരിച്ചു ഉപദ്രവിക്കാൻ തോന്നി, പക്ഷെ എന്നാലും അനിയത്തി ആയതുകൊണ്ട് അല്ലേ, അറിയാതെ പറ്റിയതാ. കുഴപ്പമില്ല, നമുക്കെല്ലാം ക്ഷമിക്കാൻ പറ്റൂ അല്ലേ? അനിയത്തി ഒരു അടി അടിച്ചാലും നമുക്കെല്ലാം ക്ഷമിക്കാൻ പറ്റൂ. പക്ഷെ ഞാൻ വല്ലപ്പോഴും ഒക്കെ അനിയത്തിയാക്കിട്ട് അടി കൂടും. അനിയത്തി അടിക്കും. അത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ അങ്ങോട്ട് ഒരു കയ്യേറ്റമൊക്കെ ഉണ്ട് അല്ലേ? അത് വലിയ കയ്യേറ്റത്തിലോട്ട് പോകാതിരുന്നാൽ മതി ഇല്ലയോ? ഓക്കെ. എന്തൊക്കെയാണ് മറ്റേ ആക്ടിവിറ്റീസ്? എന്തൊക്കെയാണ്? പിന്നെ നല്ലോണം പാട്ട് പാടുകയൊക്കെ ചെയ്യും. എനിക്ക് പിന്നെ ഫാൻസ് ഒക്കെ കുറെ പേര്, പെൺപിള്ളേർ മാത്രമേ ഉള്ളൂ, ആൺപിള്ളേര്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ട് നമ്മുടെ സൂര്യനാരായണന് കേട്ടോ. അതാ പറഞ്ഞ ആ പേരിന് ആ പവർ, അത് ആളുടെ രൂപത്തിലും ആ ആകർഷണത്തിലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ സൂര്യനാരായണന് ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് പറയാം. അതും ബോയ്സ് അല്ല, ഗേൾസ് അല്ലേ? എന്റെ ദൈവം, എന്താ പറയാ, അവരെന്തോന്ന് പറയും? അത് മാത്രമല്ല, പിന്നെ ഞാൻ ഒരു വയസ്സൊക്കെ ആയ സമയത്ത് ഞാൻ അമ്പലത്തിലൊക്കെ ഡാൻസ് കളിച്ച് വിജയ പാട്ട്. അങ്ങനെ എനിക്ക് അവിടെ ഫാൻസായി. കോയിപ്പള്ളിയില്. എനിക്ക് വയ്യ. ഇപ്പൊ മൊത്തം ഫാൻസ് അസോസിയേഷൻ തന്നെ പുള്ളിയുടെ പിറകിലുണ്ട്. വിജയ് ഫാൻസ് അക്കാഡമിന്ന് എനിക്ക് 1000 രൂപയെങ്കിലും കിട്ടി. ഈ ഫാൻസിന്റെ ആ ഒരു നിറവില്ലല്ലേ? അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ചെറിയൊരു മനുഷ്യനൊന്നും അല്ല. അപ്പൊ നമ്മള് വലിയൊരു ഫാൻസിന്റെ ഒരു ഉടമ കൂടിയാണ് അദ്ദേഹം. ഓക്കെ. അപ്പൊ പാട്ടൊക്കെ പാടുന്ന് പറഞ്ഞാൽ പാട്ടുപാടിയല്ലേ ഈ പെണ്ണുങ്ങളെല്ലാം ഫാൻസ് ആയത്? പെൺപിള്ളേരല്ല അല്ലേ? സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ അതോ പുറത്തൊക്കെ ഉണ്ടോ? പുറത്ത് കുറെ പേരൊക്കെ ഉണ്ട്. അതൊക്കെ അവരെയൊക്കെ അറിയാമോ നമുക്ക്? അത് അവർക്ക് ഇങ്ങോട്ട് അറിയും. ഓക്കെ. അപ്പൊ ഫാൻസ് അങ്ങനെ ആയിട്ട് നിലനിർത്തുന്നത്. ഇപ്പൊ ഇത്രയും ഫാൻസ് ഒക്കെ ആയ സ്ഥിതിക്ക് ഞങ്ങൾക്കും ഫാൻസ് ആവണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. നമുക്കതല്ല, നമ്മൾ കേട്ടോട്ടിരിക്കുന്ന ഒരുപാട് ശ്രോതാക്കളുണ്ട്. അപ്പൊ നമ്മള് സ്കൂളിൽ മാത്രം അറിഞ്ഞാൽ മതിയോ? പുറലോകം അറിയണ്ടേ? അപ്പൊ ഒരു പാട്ടൊക്കെ ഒന്ന് പാടിയാലോ? ഒരു പാട്ട് കേക്കട്ടെ. നമുക്ക് ഭക്തിഗാനത്തിൽ നിന്ന് തുടങ്ങിയാലോ? ഇതെന്താ ഗാനമേളയാന്ന് വിചാരിച്ചോ? ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കുമ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും പാട്ട് പഠിക്കും? പാടുവാണേ? പാടിക്കും, തീർച്ചയായിട്ടും പഠിക്കും. പമ്പാ ഗണപതി പാരിന്റെ അധിപതി പമ്പാന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ തിരിപോലെ നീട്ടണം മുന്നിൽ. പമ്പാ ഗണപതി പാരിന്റെ അധിപതി പമ്പാന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ തിരിപോലെ നീട്ടണം മുന്നിൽ.
വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യ കടൽ കണ്ട കരികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കരപച്ചാത്തറിയാൽ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുഅമൃതത്വം സ്വാമിക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നെ ഞാനിപ്പോ അങ്ങ് ഫാൻസായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൂര്യനാരായണന്റെ. പിന്നെ ചുമ്മാതെ ഫാൻസൊക്കെ വരാതിരിക്കുന്നത് എങ്ങനെ പിന്നെ ഇപ്പാതിരി പാട്ടൊക്കെ പാടിയല്ലേ? ഇങ്ങനൊക്കെ പാടി കഴിഞ്ഞാൽ പിന്നെ ഫാൻസൊക്കെ ഉണ്ടാവത്തില്ലേ? ഒത്തിരി പേരുണ്ട്. ഓക്കെ, അപ്പൊ സൂര്യനാരായണന് ഒരുപാട് ഫാൻസൊക്കെ ഇനി ഉണ്ടാവട്ടെ കേട്ടോ. അതുപോലെ എന്നിട്ട് പഠിക്കൊക്കെ വേണം. എവിടെയെങ്കിലൊക്കെ യാത്രയൊക്കെ പോകാറുണ്ടോ? ടൂറൊക്കെ പോകാറുണ്ടോ? ടൂറ് കൊച്ചിലെ പോയൊരു ഓർമ്മയുണ്ട്, പക്ഷെ എനിക്കൊരു പേടിയായിട്ട്. അതെന്തിനാ പേടിക്കുന്നേ? ടൂറിൽ ആദ്യമേ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ കുഞ്ഞിലെ LKG പഠിച്ച സമയത്ത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ അവിടുത്തെ വണ്ടർലയിലായിരുന്നു ഞങ്ങൾ പോയത്. അങ്ങനെ അവിടുത്തെ ആ സ്വിമ്മിംഗ് പൂളിലെ വെള്ളത്തിന്റെ അളവ് വെച്ചിട്ട് കുറച്ച് തന്നു അവിടെ മാമൻ. കുറച്ച് തന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കളിച്ചോണ്ടിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാലങ്ങ് സ്ലിപ്പായി, അങ്ങ് മുങ്ങിപ്പോയി. ദൈവമേ. പിന്നെ ആരുടെയോ കാലോ കയ്യോ എങ്ങാണ്ട പിടിച്ചെങ്ങാണ്ട കയറിയത്. അപ്പൊ കുളത്തിൽ നേരത്തെ ഒരാൾ വീണ് കിടപ്പുണ്ടായിരിക്കുമല്ലോ, അയാളുടെ കാലിലാണോ പിടിച്ചത്? അല്ല, വേറൊരു എന്റെ കൂട്ടുകാരൻ കുളത്തിലുണ്ടായിരുന്നോ അതോ? വേറെ സ്റ്റുഡൻസ് വന്ന് കളിക്കാൻ ഇറങ്ങിയതാ. അപ്പൊ ഞാൻ അതിന്റെ അടിയിൽ പോയ കാര്യം ടീച്ചർ അറിഞ്ഞില്ല. പിന്നെ ഞാൻ മേളിൽ കയറി ടീച്ചറിന്റെ അടുത്ത് പറഞ്ഞപ്പോ ടീച്ചറിന് വിശ്വാസമായില്ല. അങ്ങനെ ഡൗട്ട് അടിച്ച് എന്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചാൽ ടീച്ചറെന്ന് പറഞ്ഞവൻ. അങ്ങനെ അപ്പൊ ആ ഒരു ഭയപ്പാട് ഇങ്ങനെ നിലനിൽക്കുന്ന കാരണം ഇപ്പൊ ഇനി ടൂറൊന്നും പോകാനായിട്ട് ഒരു ഉത്സാഹം വരുന്നില്ല. വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. ഈ വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് പോയാൽ കുഴപ്പമില്ല. പിന്നെ ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹം? ഭാവിയിൽ എനിക്കൊരു ഗായകനായാൽ മാത്രം മതി. ഗായകനായാൽ മാത്രം, അതാണ് ലക്ഷ്യം അല്ലേ? എന്നാലും നമുക്കൊരു ചെറിയൊരു ജോലി വേണമല്ലോ. അതെന്താവാനാണ് ആഗ്രഹം? ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ഒരു അമ്മ പറയുന്നത് എഞ്ചിനീയർ ആവണമെന്നാ. അപ്പൊ ഞാനൊരു കാര്യം എഞ്ചിനീയർ ആവാന്ന് വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഇലക്ട്രോണിക്കുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ഒരു സ്പീക്കർ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ സ്പീക്കർ ഒരു വയർ കേബിൾ അങ്ങോട്ട് ഊരിപ്പോയി. അങ്ങനെ വേറെ സ്പീക്കർ എടുത്ത് വെച്ചിട്ട് ബോർഡ് കണക്ട് ചെയ്ത് വെച്ചേക്കുക. ചാർജ് ഇല്ല, കുത്തിയിട്ടായിരുന്നെങ്കിൽ സൗണ്ട് കേട്ടാനെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ ആഗ്രഹമുണ്ടല്ലേ? അങ്ങനെ വേറെ സംഭവങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടോ? വെരി ഗുഡ്. അപ്പൊ അതൊക്കെ ചെയ്യാം. ഇപ്പറഞ്ഞ നിനക്ക് നല്ലൊരു ഗായകനാകണം, അതെന്തായാലും ആവണം, അതെന്തായാലും ആവും. പിന്നെ രണ്ടാമത് നമുക്കൊപ്പം ഒരു ജോലിയും കൂടെ വേണം അല്ലേ? ഓക്കെ. പിന്നെ കൂട്ടുകാരോട് പറയാൻ എന്താണ്? ഇപ്പൊ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് അടിപിടി പ്രശ്നങ്ങൾ, കൂട്ടുകാർക്കിടെ തമ്മിൽ തല്ല്, വഴക്ക്, ഇങ്ങനെയൊക്കെ നടക്കുന്നില്ല. അതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? ചോദിക്കാൻ വേണ്ടിട്ട് ഒറ്റ കാര്യമുള്ളു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാർത്ത കണ്ടായിരുന്നു. എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ സംഘങ്ങൾ ചേർന്ന് ഒരു ചെറുക്കനെ നഞ്ചക്ക് വെച്ച് അടിച്ച് കൊന്നൊരു ഇവരെ അറിഞ്ഞപ്പോൾ എനിക്കങ്ങ് ഭയങ്കര പേടിയായി പോയി. എന്റെ കൂട്ടുകാരന്മാർ ട്യൂഷൻ പഠിക്കുന്നു, അവന്മാരെല്ലാരും എന്നെ ഇതേപോലെ ഇടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി ഒരു ദിവസം എന്റെ കൂട്ടുകാരന്റെ സൈക്കിള് ഇല്ല കണ്ണാടി എങ്ങാണ്ട് പൊട്ടി. അന്നേരം ഇവനാണെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞ് എൻ്റെ അടുത്ത് പൈസ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തരത്തില്ല, ആരാ നീ ചോദിക്കാൻ. അന്നേരം ഇവനാണെങ്കിൽ എന്നെ ഒരു മൂലക്ക് ഇട്ടിട്ട് ഇടിച്ച്. അന്നേരം ഞാൻ അവന്റെ പല്ല് നോക്കി ഒരു ഇടിയും കൊടുത്തു. അന്നേരം അവന്റെ പല്ലം കളയിപ്പോയി. പക്ഷെ എന്നാലും വേനെടുത്തിരുന്ന പല്ലായിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ദേഹപത്രം ചെയ്യാം. നമ്മുടെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലെ ജീവിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കിട്ടുന്ന സൗഹൃദം എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടുന്ന സൗഹൃദമല്ല. ചിലപ്പോൾ ഈ ഒരു സുഹൃത്ത് ബന്ധം നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയി മാറുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ഒരു നമ്മൾ കൂടെ പഠിച്ച സുഹൃത്തുക്കളെയൊക്കെ ഒന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷവും ആ ഒരു കൂട്ടുകെട്ട് നമുക്ക് ഓർമ്മിക്കാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്കൂളിൽ നിന്നാണ് കിട്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് നല്ല നിമിഷങ്ങൾ കിട്ടുന്നത് സ്കൂളിൽ നിന്നാണ്. അത് നമ്മൾ എൻജോയ് ചെയ്യുക. അവിടെ നമ്മൾ പരസ്പരം തമ്മിൽ തല്ലാനുള്ളൊരു വേദിയാക്കി മാറ്റാതിരിക്കുക. ഓക്കെ. അപ്പം ഏതായാലും സൂര്യനാരായണന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും, സൂര്യനാരായണൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ.